ഹലോ, ഞാൻ അവഗ്ന. അപ്പം നമ്മളിപ്പോൾ കണ്ടത് നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയലായിരുന്നു. നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതായത് ചെറിയൊരു ഫ്ലോറൽ എന്താ പറയുക ഗാർഡൻ പോലൊരു സെറ്റപ്പിന് എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബാക്കിൽ എല്ലാ ആക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നമ്മൾ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുക, നമ്മൾ ആദ്യം ഏറ്റവും ദൂരത്ത് എന്താണോ കാണുന്നത് അതാണ് പെയിൻറ്റ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഇവിടെയും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ബാക്കിൽ എന്താണ് കാണുക, സ്കൈ ആണ് കാണുക. സോ സ്കൈൻ്റെ കളർ ഇപ്പം ഞാൻ ആദ്യം കളറിനെ ഒന്ന് എന്താ പറയുക ഏതൊക്കെ വാല്യൂസാണ് അല്ലെങ്കിൽ ഏതൊക്കെതാണ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് ഇതിൽ അടിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ട ഇൻറ്റൻസിറ്റിയിൽ ഞാൻ ഡാർക്കാക്കി എടുക്കാറാണ് പതിവ്. കാരണം ഭയങ്കര ഡാർക്ക് ആദ്യം അടിച്ചിട്ട് പിന്നെ തോന്നുകയാണ് ലൈറ്റ് ആയിരുന്നു കുറച്ചും കൂടി രസം ഉണ്ടാവാൻ തോന്നുകയാണെങ്കിൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. സോ അതുകൊണ്ട് ആദ്യമേ ഒരു എന്താ പറയുക പെയിലായിട്ട് നമ്മൾ അത് മേ ബി വാട്ടർ കളർ ചെയ്ത് തുടങ്ങിയതിനെ കൊണ്ടായിരിക്കും ആ ഒരു ടെൻഡൻസി അങ്ങനെ ചെയ്യാനുള്ള. നമ്മൾ വാട്ടർ കളറിൽ അങ്ങനെയല്ലേ ചെയ്യുക, ലൈറ്റ് ടു ഡാർക്കാണ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ സ്കൈ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കളേഴ്സ് പേർപ്പിളും അൾട്രാമറൈൻ ബ്ലൂവും വൈറ്റും ലെമൺ യെല്ലോ ആണ്. താഴ്ഭാഗത്ത് കുറച്ച് യെല്ലോ യൂസ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ലെഫ്റ്റ് സൈഡിൽ പേർപ്പിൾ, റൈറ്റ് സൈഡിൽ അൾട്രാമറൈൻ ബ്ലൂ. യൂസ് ചെയ്തിരിക്കുന്ന ബ്രഷ് ആംഗിൾ ബ്രഷാണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സൈസ് 1/2. ഓക്കെ, ഇപ്പം ഞാനിത് ജസ്റ്റ് എനിക്ക് എന്താ പറയുക ഒരു വിഷ്വലി സ്കൈ എങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എങ്ങനെ കളറിനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ഒറ്റ വാഷിലും മതി എന്നുണ്ടെങ്കിൽ ഒറ്റ വാഷിലും മതി. കുറേ ഓരോരുത്തരുടെ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ, കളർ പ്രിഫറൻസ് ഉണ്ടാവുമല്ലോ. ചിലർക്ക് ചിലപ്പം പേർപ്പിൾ ആയിരിക്കും ഭയങ്കര ഇഷ്ടം ഉണ്ടാവുക, ചിലർക്ക് ബ്ലൂ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ ആണ് കൂടുതൽ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അല്ല റൈറ്റ് സൈഡിൽ നിന്ന് കൂടുതൽ ബ്ലൂ ഇങ്ങോട്ട് എടുക്കുക. ഇനി പേർപ്പിൾ കളർ ആ ഒരു ഷെയ്ഡാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് പേർപ്പിൾ ഇങ്ങോട്ട് എടുക്കുക. താഴെ ഒരു ലൈറ്റ് ഭയങ്കര എന്താ പറയുക സൺലൈറ്റിൻ്റെ ആ ഒരു ഭയങ്കര ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടു ഏരിയ കുറച്ചും കൂടി വൈറ്റ് ആയിട്ടും അതിൻ്റെ ലെഫ്റ്റും റൈറ്റും കുറച്ചൊരു യെല്ലോ പേർപ്പിൾ മിക്സ് ചെയ്താണ്, റെഡ് മിക്സ് ചെയ്തല്ല, ഒരു ഓറഞ്ച് ഷെയ്ഡ് അങ്ങനെ അതുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ സ്കൈ റെഡിയായി. ഇനി നമ്മൾ ഓൾറെഡി ഒരു സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ആണ് ഞാൻ പൊതുവേ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് അതായത് ഏറ്റവും ബാക്കിൽ നമുക്ക് അടുത്തതുണ്ടാവുക കുറച്ചൊരു ഗ്രീൻ ഏരിയ ആണ്. അപ്പോൾ ആ ഗ്രീൻ ഏരിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാപ്പ് ഗ്രീനും ആ സ്കൈയും തമ്മിൽ ആ ഒരു ഇതുണ്ടല്ലോ കുറച്ച് ദൂരത്തേക്കുള്ള കാണുമ്പം അതിൻ്റെ ഒരു അറ്റം കുറച്ച് ബ്ലേർഡ് ആയിട്ടാണല്ലോ വരിക. അപ്പോൾ അത് കുറച്ചൊന്ന് ബ്ലെൻഡ് ആക്കുക സ്കൈയും ഇതുമായിട്ട്. ബ്ലേർഡായിട്ട് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ള 3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 2 വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയിട്ട് ബേസിക് വീഡിയോസ് ആദ്യം കാണുക കേട്ടോ. ഇനി ഇതിനകത്ത് കുറച്ചും കൂടി നമ്മൾ ഏറ്റവും ബാക്കിൽ ചെയ്ത് അതിൻ്റെ മുന്നോട്ടേക്കുള്ള ഏരിയയിൽ ചെയ്യാൻ പോവാണ്. അതിന് ഇവിടെ ലൈറ്റ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് ഗ്രീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലൂവും യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രീൻ കിട്ടും. ബോട്ടിൽ കളർ തന്നെ കിട്ടണം വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കളർ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ റൗണ്ട് ബ്രഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൗണ്ട് ബ്രഷ് സൈസ് 4 എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 6 വേണമെങ്കിൽ 6 എടുക്കാം. ഏത് പേപ്പറിലാണ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് ഉണ്ടാവുക. ഇത് ഫ്ലാഷിൻ്റെ ക്യാൻവാസ് പേപ്പറാണ്, ക്യാൻവാസ് ക്ലോത്ത് അല്ല കേട്ടോ, ക്യാൻവാസ് പേപ്പർ. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാം പറയുമ്പോൾ അങ്ങനെ ഓൾറെഡി ഇട്ട് തന്നിട്ടുണ്ട് തന്നെയാണ് പറയുന്നത്. അതാ നമ്മൾ അത്രയും വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് എന്താ പുതിയതായിട്ട് ഈ ചാനലിലേക്ക് വന്നവരാണെങ്കിൽ അവരുടെ അവയർനെസ്സിന് വേണ്ടി പറയുന്നതാട്ടോ. ഇനി അതുമല്ല നമ്മുടെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഈ വീഡിയോസ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ട് മിസ്സായി പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബേസിക് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. നിങ്ങൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടി നല്ല രീതിക്ക് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി കുറച്ചും കൂടി മുന്നോട്ടുള്ള ഗ്രാസ് ഏരിയ ചെയ്യുകയാണ്. ഗ്രാസ് ഏരിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, നമ്മൾ എന്താ പറയുക നമ്മൾ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഡോട്ടഡ് പോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ജസ്റ്റ് മുകളിലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഓരോ ലെയർ ആയിട്ടാണ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമ്മളൊരു ഗ്രീൻ കൊടുത്തു ബാക്കിൽ, പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ഡാർക്കായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബാക്കിൽ കുറച്ച് ചെടികളുണ്ട്, പിന്നെ കുറച്ച് മുന്നോട്ട് കുറച്ച് ചെടികളുണ്ട്, പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് ചെടികൾ, അങ്ങനെ ആ ഒരു ലെയർ ബൈ ലെയർ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഏറ്റവും ഡാർക്കായിട്ട് കളർ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് യൂസ് ചെയ്തിട്ട്, കാരണം ലൈറ്റ് ഇല്ലാത്ത ഏരിയ ഉണ്ടാവുമല്ലോ അവിടെ ബ്ലാക്ക് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുകളിലേക്ക് വരുമ്പം ഈ ലൈറ്റ് ഗ്രീൻ യൂസ് ചെയ്തിട്ടുള്ള മിക്സാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ ഒരു സ്റ്റാൻഡാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടാവില്ലേ പെയിൻറ്റിങ്ങിൻ്റെ. ഇനി നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്തായാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ പെഡസ്റ്റൽ ചെയ്യണം. പെഡസ്റ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അമ്പറിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യം നമ്മൾ ബേസ് സ്കൈ നമ്മൾ അതിൽ ബേസ് അടിച്ചതിന് ശേഷം പിന്നെ വാല്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽ ചെയ്തപോലെ ഡാർക്കാക്കി കൊണ്ടുപോകുന്നു നമുക്ക് വേണ്ട രീതിക്ക്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഗ്രീൻ ഏരിയ നമുക്ക് വേണ്ട രീതിക്ക് ബേസ് കൊടുത്തു, പിന്നെ ഡീറ്റെയിൽ ചെയ്ത് വന്നു. ഇനി നമ്മൾ അതിന് തൊട്ട് മുന്നിലുള്ളത് ഈ പെഡസ്റ്റലും മറ്റേ ഇതുമാണ്, ഫെൻസിങ്ങുമാണ്. അപ്പോൾ പെഡസ്റ്റലിന് നമ്മൾ ബേസ് കോട്ടിൻ്റെ കളറാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വൈറ്റും അമ്പറുമാണ് മിക്സ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പം അമ്പറിൻ്റെ ഇതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, ഷേഡോ എവിടെയാണ് വരിക അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള വാല്യൂ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ലെഫ്റ്റ് സൈഡ് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഷാഡോ ഈ ഓരോ കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും ഒരേ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ പുതിയതായിട്ട് എന്താണ് നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് പഴയ വീഡിയോ പോയി കണ്ടു നോക്കൂന്ന്. നമ്മൾ അതേപോലെ ആ പോട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ബേൺ സീനയാണ്. അപ്പം അത് റോ അല്ല, ബേൺഡ് ആണ് കേട്ടോ. എന്നിട്ട് അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ വലിയ ഷാഡോ വാല്യൂ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ മുകളിൽ ചെടി വരുന്നുണ്ട്. ചെടീൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ടാവുമല്ലോ ചെടിയുള്ള മുകളിലുള്ള അതിനെ കൊണ്ട് അതിൻ്റെ മുകളിലേക്ക് വീണിടുന്നിട്ട് അത് കുറച്ചൊരു ഡാർക്ക് വാല്യൂലാണ് ഉണ്ടാവുക. അപ്പോൾ അധികം ഡീറ്റെയിലിങ്ങിൻ്റെ കാര്യം അതിനെപ്പറ്റി ആലോചിക്കേണ്ട. നമുക്ക് ആ പെഡസ്റ്റലാണ് ഡീറ്റെയിൽ ചെയ്യേണ്ടത്. പെഡസ്റ്റലിനപ്പം നമ്മളൊരു ലൈറ്റ് ബേസ് അല്ലേ കൊടുത്തത്, അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ലൈൻസും സ്ട്രൈപ്സും ഒക്കെ കൊടുക്കുക. പിന്നെ നമ്മൾ നാടല്ലേ, അപ്പം കുറച്ച് പായലും ഉപ്പിലൊക്കെ പറ്റിച്ചെടുക്കുക. അപ്പോൾ ഒന്നുമില്ല, അതിന് കുറച്ച് സാപ്പ് ഗ്രീൻ കളറ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുക. ഇത് എന്താ പറയുക കുറച്ച് ചില സ്ഥലത്ത് ബ്ലെൻഡ് ചെയ്ത്, ഇപ്പം ഞാനിവിടെ ബ്ലാക്ക് കൊണ്ടൊക്കെ വരച്ചില്ലേ, അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ഔട്ട് ചെയ്യുക. അതങ്ങനെ പക്ക ബ്ലാക്ക് ആക്കി വെക്കരുത്. ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പറും വൈറ്റും മിക്സ് വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഇതാക്കുക. ഇനി നമുക്ക് ഫെൻസിങ് ചെയ്യാം. ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും അമ്പറും കൂടുതൽ ബേൺ സീനിയാണ് മിക്സ് ചെയ്തത്. അമ്പർ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ബേൺ സീനിയാണ് കൂടുതൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ബേസ് കോഡ് അടിക്കുക. ഒരു ബേസ് കോഡ് നമ്മൾ അടിച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് വാല്യൂ ഡിഫറൻസ് കൊണ്ടുവരികയാണ്. കാരണം ഒരേ കളറിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉണ്ടാവുക, നമ്മൾ ഒബ്ജക്റ്റിന് ഡെപ്ത് തോന്നിക്കില്ല, ഒരു ലൈഫ് തോന്നിക്കില്ല. അപ്പോൾ അതിനകത്ത് വേരിയേഷൻസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ വേറെ കളർ അതിൻ്റെ അതായത് ഒരേ കളറിൻ്റെ വാല്യൂസ് മാറ്റി മാറ്റി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബേസ് കോട്ട് അടിച്ച് തീർന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് ബേസ് കോട്ടിൻ്റെ ഭാഗം, പക്ഷേ ആദ്യം നമുക്ക് ഇതും കൂടി ഡീറ്റെയിൽ ചെയ്ത് തരുമ്പം ഒക്കെ സെറ്റ് ആയിക്കോളൂ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആകാൻ വെക്കട്ടെ. അപ്പോൾ ഇത് ഡ്രൈ ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. நீங்கள் உட்ல ஒரு ஸ்டாண்ட் செஞ்சீங்க இல்லை, நாங்கள் அது மாதிரியே பிவிசி பைப்பில் செஞ்சுருக்கோம். எப்படி இருக்குன்னு சொல்லுங்கள். அதில் நாங்கள் செஞ்சு கிராஃப்டையும் வச்சுருக்கோம். எப்படி இருக்குன்னு சொல்லுங்கள். ഓക്കെ, ഇനി നമുക്ക് ഫെൻസിങ് ഡീറ്റെയിൽ ചെയ്യാം.
അപ്പോൾ അത് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ലൈൻസ് ചെറിയ ഡീറ്റെയിൽ ബ്രഷ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലൈൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റാൻഡിന് ചെയ്ത പോലെ തന്നെ ലൈറ്റ് അനുസരിച്ചിട്ട് കുറച്ച് വാല്യൂ ഡിഫറൻസ് അമ്പറും ഇതൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വേണം ബ്ലാക്ക് ഒക്കെ മിക്സ് ചെയ്യാൻ. നിങ്ങൾക്ക് ഡാർക്ക് ആ ഒരു വാല്യൂസ് വൈഡ് റേഞ്ച് ഓഫ് വാല്യൂ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്ലാക്കും ബേൺസീനും അമ്പറും മിക്സ് ചെയ്തിട്ട് അത് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ആ മരത്തിൻ്റെ അന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വട്ടം വട്ടം പോലെയൊക്കെ ചെയ്യില്ലേ, അതുപോലെയൊക്കെ ഡീറ്റെയിൽ ചെയ്യുക. ബ്ലെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ. പിന്നെ ഓരോ ഫെൻസും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണില്ലേ, നിങ്ങൾക്ക് ആ ഡാർക്ക് ഞാൻ പറയില്ലേ വാല്യൂ ഒരു വൈഡ് റേഞ്ച് വാല്യൂ ഡിഫറൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഒരു ഭയങ്കര ബ്ലാക്ക് അല്ലെങ്കിൽ അമ്പർ കൂടിയ കളർ വെച്ചതാക്കിയപ്പം ഓരോ ഫെൻസിങ്ങും അല്ലെങ്കിൽ ഓരോ പീസ് സെപ്പറേറ്റ് ആയിട്ട് നിന്നു. ഓക്കെ. ഇനി നമ്മൾ ആകെ ഞാൻ പറഞ്ഞില്ല ഒരു കുറച്ചും കൂടി ഏരിയ വേസ്റ്റ് കോട്ട് ബാക്കിയുണ്ടായിരുന്നു. അതായത് ഇത് ഈ ഗ്രീൻ ഏരിയയ്ക്കാണ്. അപ്പം നമ്മൾ ഓരോ പോട്ടിലും കുറച്ച് ചെടികൾ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റ്സ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ഉള്ളതാക്കാം. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. ഓക്കെ. ഞാൻ ജസ്റ്റ് ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമാണ് പോട്ടിൽ വെക്കുന്നത്. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഫെൻസിങ്ങിൻ്റെ എഡ്ജൊന്നും യൂണിഫോം അല്ല. ഓക്കെ. അത് ഭയങ്കര അൺഈവൺ ആയിട്ടല്ലേ. അപ്പോൾ അത് യൂണിഫോം ആക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലാന്റ്സ് വരാനുണ്ട്. അതുകൊണ്ടാണ് അത് യൂണിഫോം ആക്കാൻ. ഇപ്പം ഈ പ്ലാന്റ്സ് അതിൻ്റെ മുകളിൽ കൂടെ ഉള്ള പോലെയാണ്. അതിന് നമ്മൾ യൂസ് ചെയ്ത കളറ് ലൈറ്റ് ഗ്രീനും ബ്ലൂ ആണ് കേട്ടോ. അൾട്രാമറൈൻ ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ്. മുകളിലെ പോട്ടിലിരിക്കുന്ന ചെടികളൊക്കെ നമ്മൾ ചെയ്തത് ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീഡിയോ ഒന്ന് കാണുക. കാരണം ഞാൻ ഓർഡറിലല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് പറഞ്ഞ് ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ഒരു പ്രാവശ്യം വീഡിയോ കാണുക, അതിനുശേഷം ചെയ്തു തുടങ്ങുക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നിനും എന്താ പറയുക ലൈഫ് അല്ലെങ്കിൽ ഒരു ഡെപ്ത് തോന്നിക്കണം. എന്താണ് വാല്യൂ ഡിഫറൻസ് കൊണ്ടുവരണം. വാല്യൂ ഡിഫറൻസ് എങ്ങനെയാണ് കൊണ്ടുവരിക? നമ്മൾ ബേസ് കൊടുത്ത കളറിൻ്റെ ലൈറ്റ് കളർ ലൈറ്റാണ് ഇപ്പോൾ ഡാർക്ക് ബേസ് കൊടുത്തതിനെ കൊണ്ട് നമ്മൾ ലൈറ്റ് കളറിൻ്റെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിനകത്ത് ഓരോ ചെടിക്ക് ഇങ്ങനെ ലീഫ് പോലെ കൊടുക്കുന്നത്. അതിന് നമ്മൾ ഡീറ്റെയിൽ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഡീറ്റെയിൽ ബ്രഷ് ഏത് സൈസ് 00 ആണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 4 ബ്രഷാണ് എപ്പോഴും പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ഏരിയയിൽ നമ്മൾ ലീവ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്ലവേഴ്സാണ് ആഡ് ചെയ്യാനുള്ള. ഫ്ലവേഴ്സ് നമുക്ക് റൗണ്ട് ബ്രഷ് അല്ലെങ്കിൽ റൗണ്ട് ബ്രഷ് തന്നെ. റൗണ്ട് ബ്രഷ് ഡീറ്റെയിൽ ബ്രഷ് വെച്ചാൽ കുഞ്ഞ് ഫ്ലവേഴ്സായി. ഇപ്പോൾ കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് റൗണ്ട് ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. റൗണ്ട് ബ്രഷിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ പേർപ്പിളാണ്. പേർപ്പിളിൻ്റെ കൂടെ കുറച്ച് വൈറ്റ് യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. വീഡിയോൻ്റെ ക്ലാരിറ്റി കുറച്ച് നന്നായി കുറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഞാൻ അറിഞ്ഞില്ല, ഫോണിൽ ചാർജ് തീരാനായിട്ടുണ്ടായിരുന്നു. അതാട്ടോ ക്വാളിറ്റി പ്രാവശ്യം കുറച്ച് നല്ല കുറവാണ്. സോറി, ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് 4% ബാക്കി ചാർജ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിക്ക് ഫോക്കസ് ആയില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം കേട്ടോ. കാണാൻ കുറച്ചും കൂടി ബ്രൈറ്റാണ്. വീഡിയോയിൽ കുറച്ച് ഡള്ളായിട്ടാണ് വന്നിട്ടുള്ളത്. വിഷ്വലി കാണാൻ നല്ലതുണ്ട്. ഐ മീൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി ഫൈനൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ടച്ചുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആക്രിലിക് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്. എന്താണ് നിങ്ങൾ ആക്രിലിക് പെയിൻറ്റിങ്? ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പോൾ ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് അയച്ചു തരിക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ.